ഹായ് ഹലോ. അപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവം പറയാം കേട്ടോ. അതായത് നമ്മുടെ പുറത്തൊരു വലിയ ചർച്ചയായ കാര്യമാണല്ലോ രേണുസുധിയുടെ ഹൗസ്, രേണുസുധിയുടെ വീടിനെക്കുറിച്ച്. ആ വീടിനെക്കുറിച്ചൊരു ചോദ്യം ആദില നൂറ രേണുവിനോട് ചോദിച്ചു. അവർ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ടാണ് ചോദിച്ചത്, പുറത്തുള്ളൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ രേണു പറഞ്ഞു ചോദിച്ചോളൂ, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമില്ലേ, ഞാൻ പറയാം മറുപടി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചോദിച്ച ചോദ്യമാണ് ഈ വീടിനെ കുറിച്ചൊക്കെ ചേച്ചി എന്തിനാ അങ്ങനെ പറയാൻ പോയത്, പബ്ലിക്കായിട്ട് എന്തിനാ അങ്ങനെ പറയാൻ പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ രേണു മറുപടി പറയുന്നുണ്ട്, പുറത്ത് രേണു പറഞ്ഞ കാര്യം തന്നെ. അതായത് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ വീട്ടിൽ വന്നപ്പോൾ, മീഡിയക്കാരൻ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ മേല് നനഞ്ഞിരുന്നു. അതുകൊണ്ട് അയാൾക്ക് അത് അറിഞ്ഞതുകൊണ്ട് അയാൾ ചോദിച്ചതാണ്, ഇപ്പോൾ വീടിന് ചോർച്ചയുണ്ടോ ചോദിച്ചതാണ്, അതിനാണ് ഞാൻ മറുപടി പറഞ്ഞതെന്ന് രേണു പറയുന്നുണ്ട്. അങ്ങനെ ഇതൊരു ചർച്ചയായി, ചെറിയൊരു പ്രശ്നമായി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അതിനിടയ്ക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, അനുമോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി നമുക്കൊരാൾ ഫ്രീ, നമുക്ക് കുറച്ച് ആൾക്കാർ വീട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമല്ലേ, കുറച്ച് ആൾക്കാർ ഒരു വീട് ഇത്ര ഗിഫ്റ്റായി തന്നിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടുമോ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറയുകയല്ലേ ചെയ്യുക, നമ്മളൊരു നന്ദി ഇല്ലാണ്ട് അവർ ഇങ്ങനെ സംസാരിക്കാൻ പാടുമോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു അതിന് മറുപടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അവരത് ശരിയാക്കി തരും ചെയ്തു, ഇപ്പം ഞാൻ അവരോട് താങ്ക്സും പറഞ്ഞു. ആ ചെറിയൊരു അതൊരു ചെറിയൊരു വഴക്കിലേക്ക് പോയിട്ടോ. കാരണം ആ ക്വസ്റ്റ്യൻ ചോദിച്ചതും അവർ അതിനെക്കുറിച്ചിട്ട് കുറേ സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ എല്ലാ ഇൻ്റർവ്യൂവേഴ്സിനോടും വിളിച്ച് പറയണോണ്ടാണ് ചേച്ചിക്ക് പ്രശ്നം വരുന്നതെന്നൊക്കെയാണ് അവർ രേണുവിനോട് പറഞ്ഞത്. അപ്പോൾ രേണു പറയണത്, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഞാൻ ആൻസർ പറയാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇവർ ഈ കണ്ടസ്റ്റൻസ്, അതായത് ആദില നൂറ അനു ഇവരൊക്കെ പറയുന്നുണ്ട്, ചേച്ചിക്ക് മിണ്ടാണ്ടിരുന്നൂടെ, എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിണ്ടാണ്ടിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പേരും പറഞ്ഞ് അവിടെ ചെറിയൊരു അടിയായി. എന്നിട്ട് രേണു അവിടുന്ന് എണീറ്റ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുറത്തെ ഒരു സബ്ജക്റ്റ്, സാധാരണ ഇങ്ങനെ പുറത്ത് നടക്കുന്ന വലിയൊരു സബ്ജക്റ്റ്, കുറച്ച് ചർച്ചയായ സബ്ജക്റ്റാണല്ലോ, അത് ബിഗ് ബോസ് ഹൗസിൽ എടുത്തിടാറില്ല. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ പുറത്തുള്ള ആ സബ്ജക്റ്റ് അകത്തിട്ട് ഇവർ സംസാരിച്ചു. എന്തോ ഇനി ഇത് ബിഗ് ബോസ് ചോദിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് അങ്ങനെ പാടില്ല, സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നോക്കാം ഇനി എന്താ ഉണ്ടാവുക എന്ന്.